Hello everyone, this is Sudhir Menon, Corporate Trainer. Once again, welcome to the new video of Inspirational Story Box. ആകർഷണ നിയമത്തിലെ 3 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള 2 വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് അഭികാമ്യം. കാരണം ആ രണ്ടെണ്ണത്തിൻ്റെ തുടർച്ചയായാണ് ഈ വീഡിയോയും വരുന്നത്. ആകർഷണ നിയമം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സ്രഷ്ടാവായ നിങ്ങൾക്ക് ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് നോക്കാം. ഓർക്കുക, അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആവശ്യമുള്ളത്, തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഭൂതം അലാവുദ്ദീൻ്റെ ഏത് ആഗ്രഹവും നിറവേറ്റി കൊടുക്കുന്നു. ആകർഷണ നിയമമാണ് ആ ഭൂതം. നിങ്ങൾ പറയുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവ ആണെന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. അത് ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാലും നിറവേറ്റുന്നു. അതിനായി 3 ഘട്ടങ്ങളാണുള്ളത്. ഘട്ടം 1, ആവശ്യപ്പെടുക. വേണ്ടതെന്നത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്തെന്ന് വ്യക്തതയായി നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും പുറപ്പെടുവിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടതെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് നേടാം, ആയിത്തീരാം, ചെയ്യാം. അതിന് ഒരു പരിമിതിയുമില്ല. സൃഷ്ടി പ്രക്രിയയിലെ ആദ്യപടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതൊരു ശീലമാക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്. ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടതെന്തെന്ന് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഘട്ടം 2, വിശ്വസിക്കുക. രണ്ടാമത്തെ ഘട്ടം വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്ന് തന്നെ പതറാതെ വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കലുണ്ടാവും. എനിക്ക് അതില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക. നിങ്ങളൊരു വിനോദയാത്ര ബുക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വീടോ കാറോ വാങ്ങാൻ അഡ്വാൻസ് കൊടുത്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതായി എന്ന്. അതേ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വേറൊരു വിനോദയാത്ര ബുക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ വേറൊരു വീടോ കാറോ വാങ്ങാൻ അഡ്വാൻസ് നൽകില്ല. അത് നിങ്ങളുടേതാണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ വികാരാനുഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു നിങ്ങളുടേതാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ചോദിച്ച് വാങ്ങിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും. സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന ദിശയിൽ ചലിപ്പിക്കും. ഭൂതം നിങ്ങളുടെ പ്രബല ചിന്തകളോട് എല്ലാം എപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ നിമിഷത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നും വിശ്വാസമുണ്ടാകണം, ബോധ്യമുണ്ടാകണം, അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്കതുണ്ട് എന്ന തളരാത്ത വിശ്വാസം, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ പിന്നെ തയ്യാറായിക്കൊള്ളൂ. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അത് എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അത് നിങ്ങളുടെ ജോലിയല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തുകൊള്ളും. നിരാശയുടെ വികാരത്തെ തള്ളിമാറ്റി പകരം അടിയുറച്ച വിശ്വാസം സ്ഥാപിക്കുക. അതാ വേണ്ടത്. ഘട്ടം 3, സ്വീകരിക്കുക. ഇതിലെ 3ാമത്തെയും അവസാനത്തെ ഘട്ടമാണ് സ്വീകരിക്കൽ. മനസ്സിൽ സന്തോഷം നിറയണം. ആഗ്രഹിച്ചത് കയ്യിലെത്തിയാൽ എത്ര സന്തോഷിക്കുമോ അത്രയും സന്തോഷിക്കണം. ആ വികാരം ഇപ്പോഴുണ്ടാകണം. മനസ്സിൽ സുഖം, സന്തോഷം ഇവ തോന്നുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു തവണ ആവശ്യപ്പെടുക, അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. പിന്നെ അത് സ്വീകരിക്കാൻ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി. അത് അനുഭവപ്പെട്ടാൽ നിങ്ങൾ ആ തരംഗങ്ങൾക്ക് ഒപ്പമെത്തി എന്നർത്ഥം. അതിനാൽ സുഖാനുഭവത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് സ്വയം ഉയർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാകും. മനസ്സിൽ ആഗ്രഹമുള്ള കാർ ഒന്ന് ഓടിച്ചു നോക്കുക. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീടൊന്ന് പോയി കാണുക. അതിനകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം മനസ്സിൽ ഉൽപ്പാദിപ്പിക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്യുക. അതെല്ലാം ഓർമ്മയിൽ നിലനിർത്തുക. അത് നേടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. എല്ലാത്തിനെയും ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നിങ്ങൾ എന്നോർക്കുക. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആകർഷിക്കുന്ന കാന്തമാകുന്നു. ആ വസ്തുക്കൾക്ക് നിങ്ങളെ ആകർഷിക്കാനുള്ള കാന്തിക ശക്തി ഉണ്ടാകുന്നു. ഒന്നുമല്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി തെളിഞ്ഞു വരും. നിങ്ങൾ രാത്രി ഒരു കാർ ഓടിച്ചു പോവുകയാണെന്ന് കരുതുക. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം 100-200 അടി മാത്രം ദൂരമേ എത്തുകയുള്ളൂ. എങ്കിലും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ആ രാത്രി നിങ്ങൾക്ക് യാത്ര ചെയ്തെത്താൻ കഴിയും.
കാരണം തൊട്ട് മുന്നിലുള്ള 200 അടി ദൂരം കാണേണ്ട ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. അതുപോലെയാണ് ജീവിതം. നമ്മുടെ മുന്നിൽ ചുരുൾ നിവരുന്നത് ഇതുപോലെ ഓരോ ഘട്ടഘട്ടമായിട്ടാണ്. മുന്നോട്ട് പോകവേ അടുത്ത 200 അടി, അത് കഴിയുമ്പോൾ അടുത്ത 200 അടി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതം അതുപോലെ നമ്മുടെ മുന്നിൽ ചുരുൾ നിവർന്നു വരും. അങ്ങനെ അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. കാരണം നിങ്ങൾ അത് ആഗ്രഹിച്ചു എന്നുകൊണ്ട് മാത്രം തന്നെ. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞതുപോലെ, മുകളിലോട്ട് പോകണമെങ്കിൽ വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽവയ്ക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല, ആദ്യത്തെ പടി ചവിട്ടി കയറിയാൽ മതി. ഞാൻ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തുന്ന ഈ രഹസ്യം ഉപയോഗിച്ചാണ്. എറണാകുളത്തുള്ള മാളുകളിലാവട്ടെ, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ പെൻഡാമനിക്കോ ആവട്ടെ, എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഒരു പാർക്കിംഗ് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിക്കും. 95% ഞാൻ എത്തുമ്പോൾ മനസ്സിൽ കണ്ട പാർക്കിംഗ് സ്ഥലം അവിടെ ഉണ്ടാകാറുണ്ട്. ഞാൻ നേരെ വണ്ടി അവിടെ കയറ്റിയിടും. വെറും 5% മാത്രം എനിക്ക് ഭാര്യയും പിള്ളേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ 1-2 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള കാർ പുറത്തു പോകും. ഞാൻ എൻ്റെ കാർ ആ ഭാഗത്ത് കയറ്റിയിടും. ഞാൻ വരാൻ വേണ്ടി ആ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന കാർ കാത്തു നിന്ന പോലെ തോന്നും. എല്ലായ്പ്പോഴും ഞാൻ ഇതാണ് ചെയ്യാറുള്ളത്. എനിക്ക് പാർക്കിംഗ് സ്ഥലം കിട്ടും എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും അത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുക. 1 രൂപ പ്രത്യക്ഷപ്പെടുത്തുന്നതും 1 കോടി രൂപ പ്രത്യക്ഷപ്പെടുത്തുന്നതും ഒരുപോലെ എളുപ്പമാണ്. പക്ഷേ 1 രൂപ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രതീക്ഷിക്കുന്ന പോലെ 1 കോടി രൂപയും കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രതീക്ഷിക്കുക. ഒരു തരി പോലും അതിൽ ശങ്കയില്ലാതെ സംശയമില്ലാതെ പ്രതീക്ഷിക്കുക. ആത്മാർത്ഥമായി ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. അത്രമാത്രം ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കും. ആകർഷണ നിയമത്തിലെ 3 ഘട്ടങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. 1, ആവശ്യപ്പെടുക. 2ാം ഘട്ടം വിശ്വസിക്കുക. 3ാം ഘട്ടം സ്വീകരിക്കുക. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും ആകർഷണ നിയമത്തിൻ്റെ ഒരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.